നിങ്ങൾ ഗിറ്റ് എൽ എഫ് എസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗിറ്റ് എൽ എഫ് എസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഗിറ്റ് ലാർജ് ഫയൽ സ്റ്റോറേജ്. അതായത് നിങ്ങൾക്ക് ലാർജ് ഫയൽസ് ഒക്കെ ഗിറ്റബിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എൽ എഫ് എസ് യൂസ് ചെയ്യണം. അതാണ് ഗിറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ ഈ ലാർജ് ഫയൽസ്, അതായത് 50 MB മേളിൽ 50 MB മേളിൽ സൈസ് വരുന്ന എല്ലാ ഫയൽസും ഗിറ്റ് കൺസിഡർ ചെയ്യുക ലാർജ് ഫയലാണ്. അപ്പോൾ ലാർജ് ഫയൽസ് നമ്മൾ ഡയറക്റ്റ് ഗിറ്റബിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റബിന്റെ സ്പേസ് ഒരുപാട് കൺസ്യൂം ചെയ്യും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എൽ എഫ് എസ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഞാനിവിടെ എന്താ പറയുക, ഞാനൊരു ഒരു വീഡിയോ ഫയൽ, ഒരു MP4 ഫയല് ഞാൻ ഗിറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് 60 MB മേളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് എൽ എഫ് എസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗിറ്റ് എൽ എഫ് എസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ കമാൻഡ് യൂസ് ചെയ്യുക. ഇത് എൽ എഫ് എസ് ഇനീഷ്യലൈസ് ചെയ്യും. അതേപോലെ ഏത് ടൈപ്പ് ഓഫ് ഫയലാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. എൻ്റെ കേസിൽ MP4 ആണ്. അപ്പം എല്ലാ MP4 ഫയലും അത് ട്രാക്ക് ചെയ്യും. ഈ ഒരു പർട്ടിക്കുലർ കമാൻഡിന് ശേഷം .git attributes എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഫയല് എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. അതിൽ ഫയൽസിൻ്റെ ചെറിയ മെറ്റാഡാറ്റ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ നോർമൽ രീതിയിൽ കമ്മിറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ കമ്മിറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, കാണിച്ചു തരാം. ന്യൂ വീഡിയോ ആഡഡ്. പുഷ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾ മെസ്സേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലോഡിങ് എൽ എഫ് എസ് ഒബ്ജക്റ്റ്. ഈ അപ്ലോഡിങ് എൽ എഫ് എസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൽ എഫ് എസ് ട്രാക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും, അതായത് എൻ്റെ കേസിൽ ഇപ്പം ഈ പർട്ടിക്കുലർ ആ വീഡിയോ ഗിറ്റബിലേക്ക് ഡയറക്റ്റ് സ്റ്റോർ ആവില്ല. പകരം അത് എൽ എഫ് എസ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മെറ്റാഡാറ്റ ഇൻഫർമേഷൻസ് നമ്മൾ പ്രോപ്പർ ഗിറ്റബിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് വേറെ ഒരാൾ ക്ലോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരാൾ ഈ റെപ്പോസിറ്ററി യൂസ് ചെയ്യുന്ന ടൈമിൽ ILFS എന്താ പറയുക ഒബ്ജക്റ്റ് നോക്കിയിട്ട്, മെറ്റാഡാറ്റ നോക്കിയിട്ട് ഈ LFS സെർവറിന്ന് ആ പർട്ടിക്കുലർ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഗിറ്റബിൻ്റെ ആക്ച്വൽ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. വേണ്ട സമയത്ത് മാത്രം ആ സെർവറിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെയാണ് LFS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ വലിയ ഫയലുകളൊക്കെ ഗിറ്റബിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് LFS യൂസ് ചെയ്യുക. അതാണ് റെക്കമെൻഡഡ് ഓപ്ഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.